നമസ്കാരം, BNTV ന്യൂസിലേക്ക് സ്വാഗതം. ജനങ്ങളിലൂടെ എന്നുള്ള പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ഇന്നത്തെ റോഡിന്റെ അവസ്ഥ ജനങ്ങൾക്ക് മെച്ചപ്പെട്ടതാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ചേട്ടാ, ഇപ്പോഴത്തെ കേരളത്തിന്റെ റോഡുകളുടെ അവസ്ഥ മെച്ചപ്പെട്ടതായിട്ട് ചേട്ടന് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് വന്നപ്പോ എന്ത് തോന്നി? അങ്ങനെയൊക്കെ ചോദിച്ചാ രണ്ടും തോന്നുന്നു. ചോദിക്കണ്ടേ, നിങ്ങളും കൂടെ സഹകരിക്കണ്ടേ? അതെ, അല്ല എന്നാലും നമുക്ക് ഡ്രൈവ് ചെയ്യുന്നതിന്റെയും കാര്യങ്ങളുടെ ഒന്നും ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. നമ്മളൊരു വാഹനത്തിൽ കയറുന്നു, അതിൽ പോയി നമ്മൾ ചെന്ന് ഇറങ്ങുന്നു. എന്നാലും യാത്രക്കാരല്ലെങ്കിൽ നിങ്ങളല്ലേ ഡ്രൈവേഴ്സ്, ഓട്ടോ ഓടിക്കുമ്പോൾ ഈ റോഡിന്റെ അവസ്ഥ ചേട്ടനല്ലേ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത്. നിങ്ങൾക്ക് കുഴപ്പമായിട്ട് തോന്നുന്നില്ലല്ലോ? ഇല്ല, നമ്മള് ഓട്ടോയിൽ ഇരുന്നിട്ട് നമുക്ക് ഞാൻ ചോദിക്കുന്നത് വാഹനങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് വന്നപ്പോ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ലല്ലോ? നമുക്ക് ആദ്യം ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്രേ ഉള്ളൂ. അത്രേ ഉള്ള ചേട്ടന് വേറെ മറുപടി ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല. ഞാൻ അതല്ല ചേട്ടാ ചോദിക്കുന്നത്. ചേട്ടന് വാഹനം ഓടിക്കുന്നതിൽ ഇപ്പം ചേട്ടന് റോഡിന്റെ അവസ്ഥ കാരണം ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? പലരും പറയുന്നുണ്ട് ഈ വാഹനം ഓടിക്കുമ്പം ശരീരവേദന അനുഭവപ്പെടാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ ചേട്ടൻ ഈ ഓട്ടോ ഓടിക്കുന്നതുകൊണ്ട് റോഡിന്റെ എങ്ങനെയെങ്കിലും അവസ്ഥകളോ കാര്യങ്ങളോ അതിപ്പോ സുഖമായിട്ട് ചേട്ടന് പോകുന്നുണ്ടോ? ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ചേട്ടൻ എനിക്ക് സ്മൂത്ത് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഉത്തരമാണ് ചേട്ടൻ്റെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാറിൽ പോകുന്ന സുഖം എന്തായാലും ഓട്ടോറിക്ഷയിൽ കിട്ടില്ല. അറിയാലോ, ടൂ വീലർ ഓടിക്കുന്ന സുഖം എന്തായാലും നമുക്ക് ഓട്ടോയിൽ കിട്ടില്ലല്ലോ. അപ്പൊ വാഹനം ഓടിക്കുമ്പം ടയർഡാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങൾ ശരീരത്തുണ്ടാവും. എന്നാലും റോഡിനെ കുറിച്ച് ചോദിക്കുമ്പം ഈ 5 വർഷത്തെ റോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? റോഡ് ഇപ്പൊ എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ലല്ലോ, റോഡ് കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. ചേട്ടാ, കേരളത്തിന്റെ റോഡുകളുടെ അവസ്ഥ ഇപ്പൊ മെച്ചപ്പെട്ടതായിട്ട് ചേട്ടന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, മൊത്തം മോശമാണ്. കുണ്ടും കുഴിയും, നമുക്ക് കാല് വയ്യ, ഇടതേ കാല് വയ്യ. കാരണം മൊത്തം റോഡ് മോശമാണ്. റോഡ് പണിയാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നെ ചവിട്ടി ഊപ്പാടും. ഇങ്ങനെയുള്ള വികസനമാണെങ്കിൽ വികസിക്കാൻ നല്ലത്. അതെന്തായാലും ബുദ്ധിമുട്ട് ഫീൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബ്രേക്ക് ആയാലും ക്ലച്ച് ആയാലും ചവിട്ടി കാലെല്ലാം അതുപോലെ ഓരോ കുഴികള് ഇഷ്ടം പോലെ. കേരളത്തിന്റെ റോഡുകളുടെ അവസ്ഥ ഇപ്പോൾ മെച്ചപ്പെട്ടതായിട്ട് ചേട്ടന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, കാരണം പല റോഡുകളും കുഴിയായി കിടക്കുകയാണ് പല സ്ഥലങ്ങളിലും. അതെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവസ്ഥ. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ തന്നെ എത്ര സമയം വേണം? ഒത്തിരി സമയം വേണം. രാത്രി 10 മണിക്ക് കയറിയ രാവിലെ 6 മണിക്ക് ശേഷം നമ്മൾ കൽപ്പറ്റ എത്താം. ഇപ്പൊ എത്ര മണിയാവും? 12 മണി 11 മണിയാവും. കേരളത്തിന്റെ റോഡുകളുടെ ഇപ്പത്തെ അവസ്ഥ മെച്ചപ്പെട്ടതായിട്ട് ചേട്ടന് തോന്നുന്നുണ്ടോ? 100%. മലബാർ സൈഡിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ ഭംഗിയാണ്. അതെ, അപ്പൊ NH66 ഒക്കെ ഇനി 6 വരി പാതയൊക്കെ വരുന്നതുകൊണ്ട് അത് ഗുണകരമാണെന്ന് ചേട്ടൻ? തീർച്ചയായിട്ടും. നമുക്ക് കേരളത്തിന് സംഭാവന ഇപ്പം നടക്കുന്ന ഗവൺമെന്റ് ചെയ്യുന്ന സംഭാവനകൾ അതിഭയങ്കരമാണ്. മുഖ്യമന്ത്രിയും എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഉണ്ടല്ലോ റിയാസ്, അദ്ദേഹം ടൂറിസം കേന്ദ്രം എല്ലാം കൊണ്ടും നല്ലൊരു ഭരണമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നല്ലൊരു രീതി, നല്ല ഫീലാണ്. അപ്പൊ എവിടെയുള്ളവരാ? ഞങ്ങള് പൂഞ്ഞാറ്, ഈരാറ്റുപേട്ട, കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിൽ നിന്ന് നമ്മൾ ശംഖുമുഖം കാണാൻ വേണ്ടി വന്നേക്കാം. അതെ. അപ്പൊ നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം, സൂപ്പർ, 100% നല്ല അഭിപ്രായം. ശരി. അപ്പൊ പലരും പറയുന്നുണ്ട്, ചിലവര് അവരുടെ ഡ്രൈവ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കുറെ അവസ്ഥകൾ പറയുന്നുണ്ട്. ചിലവരത് നല്ല സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പോവാം, നല്ല സൗകര്യങ്ങളാണ്, ഇപ്പോഴത്തെ വികസനം വളരെ നല്ലതാണ് എന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെയും സൈനിങ് ഓഫ്, രാധാകൃഷ്ണ.